ഹായ് ഓൾ. ഈ വീഡിയോന്റെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബെനിഫിറ്റ്സ് ഓഫ് ഇൻഷുറൻസ് ജോബ്സ്. അപ്പൊ നമുക്ക് ഇൻഷുറൻസ് ജോബിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ജോലിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ ധരിക്കും നിങ്ങൾ എന്താണ് ഒരു ഇൻഷുറൻസ് ഏജന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. അതായത് നിങ്ങൾ ഇൻഷുറൻസ് പോളിസീസ് നിങ്ങൾ സെല് ചെയ്യണം. അതേപോലെ തന്നെ ഓരോ ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് പോളിസി എടുക്കാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. തുടങ്ങിയ ഒട്ടനവധി തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് ജോബിനെ കുറിച്ചുണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് ജോലിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ സാലറി കിട്ടും, എന്തൊക്കെ അലവൻസുകൾ ഉണ്ട്, അവിടുത്തെ വർക്ക് കൾച്ചർ എന്താണ്, ജോബ് പ്രൊഫൈൽ എന്താണ്, അതേപോലെ തന്നെ നിങ്ങളുടെ എത്ര ദിവസം നിങ്ങൾ ഒരു വീക്കിൽ വർക്ക് ചെയ്യണം തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ട്. അതിൽ കൂടുതലും നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, തെറ്റാണ്. ഇപ്പോ ഓൾറെഡി ലൈവ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് OICL AU. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആക്കി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എല്ലാ തെറ്റിദ്ധാരണകളും ഈ വീഡിയോയോട് കൂടി മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അതിലേക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ OICL AU ഇപ്പൊ ലൈവായിട്ട് 15-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എത്ര രൂപ ശമ്പളം കിട്ടുന്നല്ലേ? ബേസിക് സാലറി 50,925 രൂപ ബേസിക് സാലറി. അതേപോലെ തന്നെ ആനുവൽ ഇൻക്രിമെന്റ് 2500 ഉണ്ട്. സോ നമുക്ക് എത്ര രൂപ ഇൻ ഹാൻഡ് ഒരു മാസം കയ്യിൽ കിട്ടും? വളരെ കൃത്യമായിട്ട് നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. 85,000 രൂപ, 85,000 റുപ്പീസ്. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ചേ, ബാങ്ക് ജോലി അത്ര തന്നെ, അതിന്റെ അടുത്ത് തന്നെ അത്ര തന്നെ സാലറി കിട്ടുന്നുണ്ട്. POക്ക് കിട്ടുന്ന അതേ സാലറി തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, AO പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ സാലറി വൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഡിഗ്രിക്കാരന് നേരിട്ട് എക്സാംസ് എഴുതി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറിയാണ് 85,000 രൂപ. കൂടെ ഒരുപാട് അലവൻസുകൾ കാര്യങ്ങളുണ്ട്, അതും നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്താണെന്നറിയോ? ഞാനിവിടെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വർക്ക് ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ. ഒരാഴ്ചയിൽ 5 ദിവസം വർക്ക് ചെയ്താൽ മതി. അതിന്റെ അർത്ഥം സാറ്റർഡേയും സൺഡേയും നിങ്ങൾക്ക് ഹോളിഡേ ആണ്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഹോളിഡേ. അത് കൂടാതെ നിങ്ങൾക്ക് ഉള്ള ഹോളിഡേയ്സ് ഇപ്പൊ നമുക്ക് ഇൻഷുറൻസ് കമ്പനികൾക്കും ബാങ്കുകൾക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹോളിഡേയ്സും നിങ്ങൾക്ക് എന്തായിരിക്കും, മുടക്കായിരിക്കും, അവധിയായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസം നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മാസത്തിൽ എന്തായാലും ഒരു 8 ദിവസം അവധി കിട്ടി. ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര അവധികൾ ഒരു കൊല്ലത്തിൽ നിങ്ങൾക്ക് സാലറി, നിങ്ങൾ ലീവ് ഒന്നും എടുക്കണ്ട, അത് കൂടാതെ തന്നെ എത്ര അവധി കിട്ടി. അത് കൂടാതെ നിങ്ങൾക്ക് ലീവ്, ക്യാഷ്വൽ ലീവ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും നിങ്ങൾക്ക്. അത് കൂടാതെയുള്ള അവധികളാണ് നമ്മൾ ഈ പറഞ്ഞത്. വീക്കില് നിങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ മാത്രം വർക്ക് ചെയ്താൽ മതി. ഇത് ഒരു ഓഫീസ് ജോലി മാത്രമാണ്. നിങ്ങൾ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബേസിക് ആണ് 50,925 രൂപയും നിങ്ങൾക്ക് എല്ലാം അടക്കം കയറുമ്പോൾ ഇൻ ഹാൻഡ് കയ്യിൽ ഒരു 85,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? അപ്പൊ ആ ജോലിയുടെ ഒരു റെപ്യൂട്ടേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ദെൻ നമുക്ക് അലവൻസുകൾ കാര്യങ്ങളിലേക്ക് ഒന്ന് പോവാം. നമുക്ക് OICL AUല് നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസുകൾ കാര്യങ്ങൾ നോക്കാം. ഹൗസ് റെന്റ് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, കൺവീനിയൻസ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ന്യൂസ് പേപ്പർ അലവൻസ്, ട്രാവൽ അലവൻസ്, ലീസ് അലവൻസ്. നമുക്ക് ബാങ്ക് ജോലികൾക്ക്, അതായത് PO ബാങ്ക് ജോലി പ്രൊബേഷണറി ഓഫീസർക്ക് ലഭിക്കുന്ന എല്ലാ അലവൻസുകളും നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്.
ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസ് എപ്പോഴും നമുക്ക് എന്തായാലും ടൗണുകളിലായിരിക്കും വരിക. ബാങ്കിന്റെ പോലെ അത്രയ്ക്കധികം ബ്രാഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം സിറ്റി കേന്ദ്രീകരിച്ച് മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരാറുള്ളൂ. ക്ലിയർ അല്ലേ? മെയിൻ ആയിട്ടുള്ള സിറ്റികളിലാണ് ബ്രാഞ്ചസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സാലറിയുടെ കാര്യം മനസ്സിലായി, അലവൻസും മനസ്സിലായി. ഇതിനൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ബാങ്ക് ജോലിയില് പ്രൊബേഷണറി ഓഫീസർ പോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് AO എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അലവൻസുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൂടാതെ ഹൈ സാലറീഡ് ആയിട്ടുള്ള പോസ്റ്റുമാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നതാണ് ജോബ് പ്രൊഫൈൽ. എന്താണ് ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ AOന്റെ പ്രധാനപ്പെട്ട ജോലികൾ? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ ഒരു ഇൻഷുറൻസ് ഏജന്റിനെ ഡീല് ചെയ്യുന്ന ഒരു ജോലിയല്ല, അത് വേറെ ഡിപ്പാർട്ട്മെന്റാ. ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അവരാണ് ഇൻഷുറൻസ് ഏജൻസിനെ ഡീൽ ചെയ്യുന്നതും അവർക്ക് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അവർക്കാണ്. AO എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബ്രാഞ്ചിൽ ചെല്ലും. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ക്ലെയിം, നിങ്ങളുടെ മെഡിക്കൽ ക്ലെയിം ആയിക്കോട്ടെ, വെഹിക്കിൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ബ്രാഞ്ചിൽ ചെല്ലുമ്പോൾ അവിടെ ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ടാവും, അതായത് ഇൻഷുറൻസ് ഓഫീസിലുള്ള അസിസ്റ്റന്റ് ഉണ്ടാവും. ക്ലർക്കിന്, ബാങ്കിലെ ക്ലർക്കിന് സമാനമായിട്ടുള്ള പോസ്റ്റ്. അതേപോലെ തന്നെ എന്തുണ്ടാവും, ഒരു മാനേജർ, ഒരു ഓഫീസർ ഉണ്ടാവും. ഓക്കെ, ആ ഓഫീസറാണ് AO. ഇവർക്ക് പ്രധാനമായിട്ട് ഇവരുടെ ജോലി വരുന്നത് എന്താ? മാനേജിങ് ഇൻഷുറൻസ് ഇഷ്യൂവൻസ് ആൻഡ് ഇൻഷുറൻസ് ക്ലെയിംസ്. പ്രധാനപ്പെട്ട ജോലി വരുന്നത്, നമുക്ക് ഇൻഷുറൻസ് ഏജൻസ് ആണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരിക. ഏജൻസ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഷുറൻസ് സെലക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഒരു വണ്ടി മേടിക്കുകയാണ്, ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻഷുറൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നേരിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ പോയിട്ട് അത് അടയ്ക്കാം, ഓൺലൈനായിട്ട് അടയ്ക്കാം. അപ്പൊ അവിടെ വരുന്ന ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുക. അതായത് ആ ഇൻഷുറൻസ് എങ്ങനെയാണ്, അതിന്റെ എമൗണ്ട് കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതാണ് പ്രധാനമായിട്ടും അവിടെ വരുന്ന വർക്ക്. അത് കൂടാതെ ക്ലെയിംസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ ബ്രാഞ്ചിൽ ഇൻഷുറൻസ് ചേർന്ന ആൾക്കാർക്ക് ക്ലെയിം, ഇപ്പൊ നമ്മൾ ഈ ക്ലെയിം ചെയ്യണമെങ്കിൽ, ഒരു വണ്ടി, ഒരു ആക്സിഡന്റ് ഉണ്ടായി, ആ ക്ലെയിം ചെയ്യണമെങ്കിൽ നേരിട്ട് ആ ഷോറൂമിൽ നിന്നും ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഒരു മെസ്സേജ് ഇടും. അവിടെ നിന്നും അവരാണ് ഒരു സർവേയർ, അതായത് ഒരു സർവേയർ എന്നാണ് നമ്മൾ സാധാരണ പറയുക. അതിന് വേറൊരു അതോറിറ്റി ഡിപ്പാർട്ട്മെന്റാണ്, അവരെ അലോക്കേറ്റ് ചെയ്തിട്ട് അവര് പോയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാം. അപ്പൊ അതിന്റെ കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഓഫീസർ ചെയ്യേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട ജോലി, മാനേജിങ് ഇൻഷുറൻസ് ഇഷ്യൂവൻസ് ആൻഡ് ഇൻഷുറൻസ് ക്ലെയിംസ്. ഓക്കെ, പിന്നെ എന്താണ്, ഇംപ്ലിമെന്റിംഗ് ഐഡിയാസ് ആൻഡ് റിസീവിംഗ് ഫോർമൽ ഫീഡ്ബാക്ക് ടു ദ കമ്പനി. ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ വെൽബീയിങ്, അതായത് നല്ല രീതിയിൽ ആ ബ്രാഞ്ചിനെ ഒന്ന് നമ്മൾ ഉയർത്തി കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഏത് ജോലി ചെയ്താലും നമുക്ക് ഉണ്ടാവും. ഇപ്പൊ ബാങ്കിൽ ഓഫീസർ ആയാലും അതേപോലെ തന്നെ മാനേജർ ആയാലും ഒക്കെ ചെയ്യുന്ന അതേ കാര്യം തന്നെ ഇവിടെയും എന്ത് ചെയ്താൽ മതി, ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻഷുറൻസ് പ്രൊമോഷൻ ആൻഡ് ക്ലയന്റ് അക്വിസിഷൻ. ഇപ്പൊ നിങ്ങളുടെ ഇൻഷുറൻസ് ഉണ്ടാവും, ആ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ, ഏജൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഏജൻസി ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ അവരോട് പറയാൻ ഇത്രയും ഇൻഷുറൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല, അതിന് വേറെ ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് നമുക്ക്. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. ദെൻ മീറ്റ് പൊട്ടൻഷ്യൽ ക്ലയൻസ് ആസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ കമ്പനി. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു കമ്പനി ഉണ്ടാവാം, അപ്പൊ വലിയൊരു ഫാക്ടറി, അപ്പൊ അവിടെ ഇൻഷുറൻസ് അതിന് ഫുൾ ഇൻഷൂർ ചെയ്യണം. അപ്പൊ അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും, പ്രീമിയത്തിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. ഇത്രയാണോ പ്രീമിയം വരിക, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രീമിയം കിട്ടും, ഇപ്പോൾ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കലാമിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ, അപ്പൊ എന്തിനൊക്കെയാണ് ക്ലെയിം. അപ്പൊ അവരുടെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീലാക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ ക്ലയന്റുകളെ മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ നമുക്ക് മാനേജ് അതർ അസിസ്റ്റൻസ് ഇൻ ദ വർക്ക് പ്ലേസ്. നിങ്ങളുടെ ഓഫീസിലെ മെയിൻ ആയിട്ടുള്ള അതോറിറ്റി നിങ്ങളായിരിക്കില്ലേ, അപ്പൊ ആ കാര്യങ്ങളും ഡീല് ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടെ താഴെയുള്ള സ്റ്റാഫുകളെ ഡീല് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോബ് പ്രൊഫൈൽ വരുന്നത്. അതല്ലാതെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഒരു പോളിസി സെല്ല് ചെയ്യാനായിട്ട് നടക്കണ്ട. അതിന് ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, ഏജൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് ഓഫീസർ കാര്യങ്ങളുണ്ട്, അത് വേറെ ഡിപ്പാർട്ട്മെന്റാണ്. നിങ്ങൾ നിങ്ങളുടെ അവിടെ വരുന്ന പോളിസീസിന്റെ കാര്യങ്ങളും അത് ഇഷ്യൂ ചെയ്യാം.
ദെൻ അതേപോലെ തന്നെ നിങ്ങളുടെ എന്താണ് ഇൻഷുറൻസ് ക്ലെയിമുകൾ ചെയ്ത് കൊടുക്കുക, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുക, നിങ്ങളുടെ താഴെയുള്ളവരുടെ വർക്കുകൾ അസൈൻ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ജോബ്. ബാക്കി കാര്യങ്ങൾക്ക് വേറെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടുള്ള തെറ്റിദ്ധാരണ പലരും എന്ത് ചെയ്യില്ല, ഇത് അപ്ലൈ ചെയ്യില്ല. എന്തുകൊണ്ടാ? ഇതിന്റെ ജോലി ഇങ്ങനെയാണ്, ഇത് എങ്ങനത്തെ ഒരു വർക്കാണ്. അതുകൊണ്ട് പല കുട്ടികളും എന്ത് ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല. നമുക്ക് ബാങ്ക് എക്സാമിന്റെ അതേ സിലബസിൽ അതേ എക്സാം പാറ്റേണിൽ തന്നെ പോകുന്ന ഒരു എക്സാം ആണ് ഇൻഷുറൻസ് എക്സാമുകളും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷുറൻസ് ജോലിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതിയെടുക്കാൻ പറ്റുന്നതാ. കാരണം നമ്മൾ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയല്ലേ ഇവിടെയും വരുന്നത്. പക്ഷെ പലരും ഇതേപോലത്തെ കുറെ തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഇത് അപ്ലൈ ചെയ്യാതെ പോവും. അതൊരിക്കലും പാടില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യണം. നല്ല പോസ്റ്റാണ്, ഹൈ സാലറീഡ് പോസ്റ്റാണ്, ഹൈലി റെപ്യൂട്ടഡ് പോസ്റ്റാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് വീക്കിലി 5 ദിവസം മൺഡേ ടു ഫ്രൈഡേ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ജോബ് വരുന്നുള്ളൂ. ക്ലിയർ? ദെൻ നമുക്ക് ഇവിടുത്തെ വർക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് വർക്ക് പ്രഷർ, ഇപ്പൊ നിങ്ങൾ ഏതൊരു ജോലി എടുത്താലും നമുക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യണം. അതിപ്പോ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലായാലും ഗവൺമെന്റ് സെക്ടറിലായാലും എല്ലായിടത്തായാലും നിങ്ങൾക്ക് സാലറി ഉണ്ടോ, നിങ്ങൾ വർക്ക് ചെയ്യണം. നമുക്കൊരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടൊന്നും നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡെയിലി എന്താണോ അവിടെയുള്ള വർക്കുകൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പോകണം. വർക്ക് ഉണ്ടാവും, നമുക്ക് അതിനുള്ള സാലറി നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള വർക്കുകൾ നമുക്ക് ഉണ്ടാവും, നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ആ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് നമുക്ക് ക്യാഷ് ഡീൽ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടല്ലേ. പോളിസി ആയാലും ക്ലൈമുകളായാലും എല്ലാം നമ്മൾ എന്താണ്, പ്രധാനമായിട്ടും മണിയാണ്. അപ്പൊ അത്രയ്ക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അതിൻ്റെതായിട്ടുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ബട്ട് നമുക്ക് എന്താണ്, വളരെ കുറവാണ്. മറ്റുള്ള ജോലികളെ വെച്ച് നോക്കുകയാണെങ്കിൽ വർക്ക് പ്രഷർ എന്താണ്, കുറച്ച് ലോ ആണ്, കമ്പാരിറ്റീവ്ലി ലോ ആണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ് ജോബ് പോസ്റ്റിംഗ്. എവിടെയാണ് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുക? ഇൻഷുറൻസ് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളൊക്കെ നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള സിറ്റികളിലാണ് ഉണ്ടാവുക. നമ്മളുടെ ഹോം ടൗണുകളിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. അങ്ങനെ തന്നെയാണ് കാണാറുള്ളതും. ഇൻ കേസ് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ഔട്ട്സൈഡ് കേരള, അപ്പൊ കേരളക്കാരാണെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയിൽ കുറച്ചു കാലം 1 കൊല്ലമോ 2 കൊല്ലമോ വർക്ക് ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ തന്നെ എന്താണ്, ഭൂരിഭാഗം ആൾക്കാർക്കും 90% അവർക്ക് അവരുടെ ഹോം ടൗൺ എവിടെയാണോ ആ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ ഹോം സ്റ്റേറ്റിൽ തന്നെയാണ് കിട്ടാറ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് കൂടി പോയി കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക നമ്മളുടെ ലൊക്കാലിറ്റിയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോസ്റ്റിംഗ് കിട്ടും. 1 കൊല്ലം അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഹോം സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അതും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്ത് തന്നെ എന്ത് കിട്ടാറുണ്ട്, പോസ്റ്റിംഗ്. മെജോറിറ്റി ആൾക്കാർക്കും എന്ത് കിട്ടാറുണ്ട്, പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. അതിൽ യാതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, വർക്ക് പ്രഷർ കമ്പാരിറ്റീവ്ലി ലോ ആണ്. ജോബ് പോസ്റ്റിംഗ് നിങ്ങൾക്ക് അടുത്ത് തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ AO പോസ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പറയാനായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മളുടെ കുറച്ച് നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അത് മാറി കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി കുറച്ച് ആൾക്കാർ ചോദിക്കുന്നതാണ്, ഇവിടെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് കരിയർ ഗ്രോത്ത് ഉള്ളത്, പ്രമോഷൻ കിട്ടും? എല്ലാ ജോലി, ഇപ്പൊ ബാങ്കിലേക്കുള്ള ജോലികൾ പോലെ തന്നെയാണെങ്കിൽ സാധാരണ നിങ്ങൾ PO ആയിട്ട് കയറി, ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ട് കയറി, സീനിയർ AO എന്ന് പറയും, അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയും. സീനിയർ AO എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും, അസിസ്റ്റന്റ് മാനേജർ, ബാങ്കിലെ പോലെ തന്നെ. ദെൻ മാനേജർ, സീനിയർ മാനേജർ, ചീഫ് മാനേജർ. ഇത് റുട്ടീൻ ആയിട്ടുള്ള ഇത് തന്നെയാണ്. അതിന് മേലെ നമുക്ക് എന്തുണ്ട്, ഡെപ്യൂട്ടി മാനേജർ, അങ്ങനെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അങ്ങനെ നമുക്ക് എന്തുണ്ട്, എക്സാമുകൾ എഴുതി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ പറ്റും. പ്രമോഷനുള്ള വളരെയധികം പ്രമോഷണൽ സാധ്യതയുള്ള പോസ്റ്റ് തന്നെയാണ് AO. ക്ലിയർ അല്ലേ? OACL ആയാലും ഏത് ഇൻഷുറൻസ് കമ്പനി ആയാലും നിങ്ങൾക്ക് വളരെയധികം പ്രമോഷണൽ സാധ്യതയുണ്ട്. അപ്പൊ ചിലത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് വഴി നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടും ത്രൂ ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ മിനിമം നിങ്ങൾക്ക് ഒരു 3 കൊല്ലം കഴിയുമ്പോഴേക്കും പ്രമോഷൻ കിട്ടും. മാക്സിമം പോയാൽ 5 വർഷം. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്രമോഷൻ ലഭിക്കും. പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് കയറാണെങ്കിൽ നിങ്ങൾ ഇത്ര കാലം കഴിഞ്ഞാൽ AO ആവും. AO ആയി കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ സീനിയർ AO, ദെൻ മാനേജർ, സീനിയർ മാനേജർ, ചീഫ് മാനേജർ, അതിന് മേലേക്കും ഇങ്ങനെ പ്രമോഷൻ എടുത്ത് നിങ്ങൾക്ക് പോവാം. അതിൽ യാതൊരു സംശയവും ഇല്ല. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഒരു ബാങ്കിൽ ജോലി, ഇപ്പൊ നിങ്ങൾക്ക് ബാങ്ക് ജോബ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. അതേ രീതി തന്നെ ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ ആണ്.
അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ ജോബ് പ്രൊഫൈൽ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് ഒരിക്കലും ഒരു പോളിസി സെല് ചെയ്യാനോ അല്ലെങ്കിൽ പോളിസി ടാർഗറ്റ് അച്ചീവ് ചെയ്യാനോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ വർക്കുകളെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സാലറി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 85,000 രൂപയോളം നിങ്ങൾക്ക് കയറുമ്പോൾ കിട്ടും. ആനുവൽ ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ എല്ലാ കൊല്ലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്. ദെൻ എല്ലാ ഹോളിഡേയ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹോളിഡേയ്സും നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് ലീവ് ആനുകൂല്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതിന്റെ സൈഡിൽ കൂടിയുണ്ട്. ഒരുപാട് ഒട്ടനവധി അലവൻസുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ട് ഈ ജോലിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അടിപൊളി ചാൻസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്ക്. അപ്പോൾ 15-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ട്രാക്കിലാണ്, അപ്ലൈ ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം, എക്സാം പോയി എഴുതാം. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. എല്ലാവരുടെയും കുറച്ചധികം ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇനി നമ്മളുടെ ഓൾറെഡി ലൈവായിട്ട് നോട്ടിഫിക്കേഷൻ ആണ് OICL AO. 15-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. എല്ലാവരും അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഡിസംബർ മാസമായി. അടുത്തത് ജാനുവരി മാസം നമുക്ക് IBPSന്റെ പുതിയ കലണ്ടർ ഔട്ട് ചെയ്യും, ഉറപ്പാണ്. കാരണം എല്ലാ കൊല്ലവും ഔട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കൊല്ലത്തേക്കുള്ള സീസൺ എക്സാമുകൾ ആരംഭിക്കാം. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യണം, നിങ്ങൾ തുടർന്ന് പോകണം. അതുകൂടാതെ എന്താണ് SBI PO എന്തായാലും ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വരുന്ന അറിയാം. ഓൾറെഡി നമ്മൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് PO. അതിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. SBI ക്ലർക്ക് വരും. ദെൻ നമ്മൾ അടുത്ത മാസം അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, IBPSന്റെ കലണ്ടർ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഏകദേശം ഒരു ഏപ്രിൽ മാസത്തോടു കൂടി നമുക്ക് എക്സാമുകളെല്ലാം ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടേയിരിക്കും. IBPS PO, IBPS ക്ലർക്ക്, SBI POയുടെ കാര്യം ഞാൻ പറഞ്ഞു, SBI ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക് തുടങ്ങി ഒട്ടനവധി വേക്കൻസീസ് ബാക്ക് ടു ബാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, വരാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലെ ബാക്കി SSC എക്സാംസ്, റെയിൽവേ എക്സാംസ് ഇതെല്ലാം ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നമ്മളുടെ എല്ലാ കോഴ്സുകളും SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, എല്ലാ കോഴ്സുകളും ഈ മാസം ഡിസംബർ മാസം 40% വരെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. 40% വരെ ഓഫറുകൾ നിങ്ങൾക്ക് 40% വരെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അത് കൂടാതെ 3 ഭാഗ്യശാലികൾക്ക്, ഗോൾഡ് ബാച്ച് എടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് നമ്മളുടെ ആപ്പിന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസും ലഭിക്കുന്നുണ്ട്. എത്ര പേർക്കാണ്? 3 ഭാഗ്യശാലികൾക്ക് നമ്മളുടെ ആപ്പിന്റെ അൺലിമിറ്റഡ് ആക്സസും എന്ത് ചെയ്യും, ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ ഇനി വരാൻ പോകുന്നത് എക്സാമിന്റെ സീസൺ ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. IBPS കലണ്ടർ വരുമെന്ന് പറഞ്ഞു. SBI PO അതേപോലെ തന്നെ എക്സാമുകളെല്ലാം ഏപ്രിൽ ആവുമ്പോഴേക്കും ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വരും. അതിന്റെ ബാക്കിൽ എക്സാംസ് കാര്യങ്ങളെല്ലാം വരുന്നും പറഞ്ഞു. ക്ലിയർ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇനിയും പഠിക്കാൻ മടിച്ചിരിക്കുന്നത്? എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ യാതൊരു സംശയവും ഇല്ല, എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ മിനിമം നമുക്കൊരു 3 മാസത്തോളം അല്ലെങ്കിൽ ഒരു 3 to 4 month നമുക്ക് എന്തുണ്ട്, സിലബസ് ഒക്കെ പഠിച്ചെടുക്കാനുണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, തുടങ്ങി SSCയിലാണെങ്കിൽ GK കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. റെയിൽവേയിലാണെങ്കിലും സോ ഇത് പഠിച്ചെടുക്കാൻ നമുക്കൊരു 3 to 4 months കൊണ്ട് നമുക്ക് സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും, സത്യമാണ്. പക്ഷേ നമ്മൾ ഇതെല്ലാം ടൈം മാനേജ്മെന്റ് ആയിട്ടുള്ള എക്സാംസ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എല്ലാം. നമ്മൾ സ്പീഡ് ആൻഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ, അല്ലെങ്കിൽ ടയർ 1 വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ, ടയർ 2 വേണ്ടി പഠിക്കണം. സോ ബാങ്ക് എക്സാംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഗോൾഡ് ബാച്ചുകൾ. കാരണം 1 year കോഴ്സ് ആണ് വരുന്നത്. അവിടെ എന്താണ് 3 to 4 month നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ സിലബസ് ഫുള്ള് കവർ ചെയ്ത് തരും. അത് കൂടാതെ അതിനുശേഷം നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്ത്
സ്പീഡ് ആൻഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്ത് തരും. അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ, മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷൻ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവിന്റെ കോച്ചിങ് ഉണ്ട്, ഇന്റർവ്യൂ കോച്ചിങ് ഉണ്ട്, എല്ലാം കൂടിയുള്ള പാക്കേജ് ആണ് നമ്മളുടെ ഗോൾഡ് ബാച്ച്. ഓക്കെ, അത് കൂടാതെ ഇനി നമ്മളുടെ ക്ലാസ്സുകളെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോകുന്നത് സ്റ്റുഡൻസ് എപ്പോഴാണോ ഫ്രീ ആ ടൈമിലാണ്, സ്റ്റുഡൻസിന്റെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിലാണ് നമുക്ക് ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ ഫാക്കൽറ്റീസ് ഫ്രീ ആയിട്ടുള്ള സമയത്തല്ല ക്ലാസ് ഉള്ളത്. സ്റ്റുഡൻസ് ഓക്കെ ആയിട്ടുള്ള ടൈമുകളാണ്. നൈറ്റ് ബാച്ചുകൾ ഉണ്ട്, സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നവർക്കായിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ഉണ്ട്. അത് കൂടാതെ ഇൻ കേസ് ആ സ്റ്റുഡൻസിന് ക്ലാസ്സുകളിൽ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റുഡൻസിന്റെ സൗകര്യപ്രദമായിട്ടാണ് നമ്മൾ ബാച്ചുകളെല്ലാം റൺ ചെയ്യുന്നത്. അത് കൂടാതെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ മെന്റർഷിപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളുടെ മെന്റർമാരെല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എക്സാംസിനെ കുറിച്ചുള്ള വെൽ ഐഡിയ അവർക്കുണ്ട്. അതുകൂടാതെ സബ്ജക്ട് നോളേജ് ഉണ്ട്. നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് എലോങ് വിത്ത് അൺലിമിറ്റഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ആക്സസ് ഉണ്ട്. അതേപോലെ ഡൗട്ട് ക്ലിയറൻസുകൾ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകളെല്ലാം അവരെന്ത് ചെയ്യും, ഇത്ര സമയത്തിനുള്ളിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. ഇൻ കേസ് അതിലെന്തെങ്കിലും ഡൗട്ടുകൾ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഫാക്കൽറ്റീസ് ആയിട്ട് കണക്ട് ചെയ്ത് തന്ന് ആ ഡൗട്ടുകൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് തരും. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ് നമ്മളുടെ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പഠനം മുന്നോട്ട് വളരെ സുഗമമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി പൈസ ഇല്ലാതെ, അതായത് ഫീസ് അടയ്ക്കാൻ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. നമ്മളുടെ EMI ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സുകളെ കുറിച്ച് അറിയാനും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാനും ഒക്കെ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇനി EMIയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ EMI ആയിട്ട് ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ പേയ്മെന്റ് അടച്ച ആൾക്കാർക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സ്, അതായത് നമുക്ക് ആപ്പ് ആക്സസ് കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ EMI അടയ്ക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ല. EMI ഫെസിലിറ്റീസ് എടുക്കുന്ന ആൾക്കാർക്കും എന്തുണ്ട്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നമ്മളുടെ ബാച്ചുകളെല്ലാം സൂപ്പർ 30 ബാച്ചുകൾ, അങ്ങനത്തെ ബാച്ചുകളാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അതിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് നല്ല രീതിയിലുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷനും എന്ത് ചെയ്യും, നമ്മളുടെ ബാച്ചുകളിൽ കുട്ടികൾക്ക് കിട്ടും. ദെൻ നമ്മൾ എല്ലാ മന്തും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മന്തും ബാച്ചുകൾ തുടങ്ങുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ബാച്ച് തുടങ്ങി, ആ ബാച്ച് അവർ അവസാനിപ്പിച്ചു, പിന്നെ ആ ബാച്ചിലേക്ക് എന്തില്ല, അഡ്മിഷൻ ഇല്ല. ദെൻ അടുത്ത ബാച്ചിലേക്കാണ് അഡ്മിഷൻ വരിക. അപ്പോൾ ഈ ബാച്ചിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതല്ലാതെ നമ്മൾ അടുത്ത മാസം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഈ ബാച്ചിൽ കൊണ്ടിടില്ല. കാരണം എന്താ, അപ്പൊ ഇവർക്ക് എടുത്തു പോയ ഭാഗങ്ങൾ ആ കുട്ടികൾക്ക് കിട്ടുമോ? ഇല്ല. നമ്മളുടെ എല്ലാ പുതിയ ബാച്ചുകളും എല്ലാ മാസം തുടങ്ങുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ടോപ്പിക്കുകൾ കറക്റ്റ് കിട്ടിപ്പോവും. അങ്ങനെയാണ് നമ്മളുടെ കോഴ്സുകൾ കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ റിസൾട്ടുകളെല്ലാം വളരെ നല്ല ടോപ്പ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ റിസൾട്ട് കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മളുടെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനുകൾ അവൈലബിൾ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ബാച്ചുകളെ കുറിച്ചും അതേപോലെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളുടെ ടീം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നതാണ്. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇനി IBPSന്റെ കലണ്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആ പ്രോസസ്സുകളൊക്കെ അതിന്റെ സൈഡിൽ കൂടെ നടക്കും. നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിജയിക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ചുമ്മാ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് പോയി എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് വീണ്ടും എടുത്ത് പറയുന്നത്, പല കുട്ടികളും നമ്മളുടെ അടുത്ത് പറയും, സാർ ഞാൻ ഒന്നും കൂടിയും കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് എനിക്കിത് കിട്ടിയേനെ. അപ്പൊ ഞാൻ അവരോട് പറയുന്നതാണ്, ഓക്കെ നിങ്ങൾ പോട്ടെ, ഇനി അടുത്ത വട്ടം നിങ്ങൾ ട്രൈ ചെയ്യ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി സെറ്റ് അല്ലേ, ഒന്നും കൂടിയും ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യ്. അങ്ങനെ എത്ര കുട്ടികൾ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അവർക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ബാങ്ക് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ എഴുതാൻ പറ്റുന്ന എക്സാമുകൾ തന്നെയാണ് ഇൻഷുറൻസ് എക്സാം. ഇൻഷുറൻസ് എക്സാംസിനെ കുറിച്ചും ഇൻഷുറൻസ് ജോലിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അതെല്ലാം ഇപ്പൊ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടും സമയം പാഴാക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.